ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ വിൽ ജസ്റ്റ് ഷോ യു ദ പ്ലേസ് അറൗണ്ട് മീ. ഐ ആം ഇൻ ഒണ്ടാരിയോ വിപാസന സെൻറ്റർ. സോ ദിസ് ഈസ് ഇൻ ബാരി ക്ലോസ് ടു ബാരി ആണ്. എഗ്ബർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വിപാസന മെഡിറ്റേഷൻ സെൻറ്റർ. This is such a beautiful place. This is my second time here. Okay, ഞാനിവിടെ 2023 ഇതൊരു മെഡിറ്റേഷൻ സെൻറ്ററാണ്. ഇവിടെ ഞാൻ 2023 മെഡിറ്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒട്ടും വിചാരിച്ചതല്ല. ബട്ട് ഐ തോട്ട് വൈ നോട്ട് ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് the people around or the people who's watching this. So ഞാനും ആക്ച്വലി വിപാസന ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. വാട്ട് ഇസ് വിപാസന അല്ലെങ്കിൽ വാട്ട് ഇസ് സെറ്റ് മെഡിറ്റേഷൻ ടെക്നിക്. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു സേ. യു ജസ്റ്റ് ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. എനിവേസ്, സോ ബിഫോർ ദാറ്റ് ഞാൻ ഇവിടുത്തെ ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ ഡോണ്ട് നോ ഹൗ ദേ ആർ മെയിൻറ്റെയിനിങ് ദിസ് പ്ലേസ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് കണ്ടാലേ നമ്മുടെ നാട് പോലെയൊക്കെ തോന്നും. നാട്ടിൽ നമുക്കൊരു നാട്ടിൻ പ്രദേശത്തൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. ബിക്കോസ് കാനഡ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒരു ഗ്രീനറി ഇൻ ദ സെൻസ് നമ്മുടെ നാട് പോലെയൊന്നും ഒരിക്കലും ഫീൽ ചെയ്യത്തില്ലല്ലോ. ബട്ട് ഇതൊരു അടിപൊളി സ്ഥലമാണ്. സോ ഐ വിൽ ഷോ യു ദ പ്ലേസ്. ദെൻ അതിന് ശേഷം ഐ വിൽ ടെൽ യു വാട്ട് ഐ ഡിഡ് ഹിയർ. ഓക്കെ, സീ ദാറ്റ് ഇസ് എ വാക്ക് വേ. ഇവിടെയായിരുന്നു, ഈ റെസിഡൻസിലാണ് ഞാൻ താമസിച്ചത്. സോ അങ്ങോട്ടൊരു വേ ആണ്. അവിടെ പോയാൽ നമുക്കൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കൊട്ടൊക്കെ പോവാം. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. മുകളിൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മിക്കവാറും മഴ പെയ്യുമായിരിക്കും. ഞാൻ വന്ന ദിവസം ഇവിടെ മഴയായിരുന്നു കേട്ടോ. വെനസ്ഡേ ആണ് ഇതൊരു 10 day പ്രോഗ്രാം അല്ലേ. അപ്പം ഇത് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നെക്സ്റ്റ് സൺഡേ, അങ്ങനെ 10 days കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ്, എല്ലാ കോഴ്സും 10 day പ്രോഗ്രാംസ് തീരുന്നത്. ഓക്കെ, അപ്പോൾ വിപാസന മെഡിറ്റേഷൻ. വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ 10 day പ്രോഗ്രാം, ഇവർക്ക് 1 day പ്രോഗ്രാം ഉണ്ട്, 10 day പ്രോഗ്രാം ഉണ്ട്, 20 day ആൻഡ് 30 day ഒക്കെ അഡ്വാൻസ് പ്രോഗ്രാംസ് ആണ്. അത് നമ്മൾ ഇവിടെ 10 day പ്രോഗ്രാമൊക്കെ ഒരു 2-3 times ഒക്കെ കംപ്ലീറ്റ് ചെയ്താലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് എ 10 day. നോർമലി ഫോർ എ പേഴ്സൺ 10 day പ്രോഗ്രാം റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. 10 ദിവസം നമ്മളിവിടെ നിൽക്കണം. അപ്പം 10 ദിവസം we won't be having our phones, we can't talk with anyone. So I know it's difficult, it will be hard for people. പക്ഷേ this is mind blowing. I don't have any words to express the experience which I had in this course. It's like, if you are into spirituality ഒക്കെ വേണമെന്നില്ല, എന്താ പറയുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു താല്പര്യം, മെഡിറ്റേഷനൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ മൈറ്റ് നോട്ട് ബി നോയിങ് അബൌട്ട് വിപാസന. സം പീപ്പിൾ, ചിലർക്ക് അറിയായിരിക്കും വിപാസനയെ പറ്റി. കാരണം എനിക്ക് അറിയാത്ത ഒരാളാണ് ആക്സിഡൻ്റലി. ബട്ട് എങ്ങനെയോ അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഒരു പാത്തിൽ വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞ്, ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ല, അതേപോലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു പാത്തിലേക്ക് വന്നോളും. സോ ആക്സിഡൻ്റലി വൺ ഓഫ് മൈ patients told me about this course. അപ്പം ഞാൻ വിചാരിച്ചു വിപാസന, വാട്ട് ഇസ് വിപാസന. അപ്പം 2 വർഷം മുമ്പാണ് ഞാൻ ഈ കോഴ്സ് ഇവിടെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. വിപാസന മെഡിറ്റേഷൻ അതെന്താ. എനിക്ക് മെഡിറ്റേഷൻ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഐ ബീൻ ഇൻ ടു സ്പിരിച്വാലിറ്റി ഫോർ ദ പാസ്റ്റ് 4 years. അപ്പം 4 years ആയിട്ട് പല കാര്യങ്ങളൊക്കെ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനും, അതേപോലെ പല ways I have learned yoga, I have learned different types of meditation, and this is totally different. This technique have been taught by Gautama the Buddha. So he attained liberation by using this technique. So we are so fortunate that it came from India. Like,
നോ വേർഡ്സ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സെൻറ്റർ വി ആർ സോ ബ്ലെസ്ഡ് ടു ഹാവ്. ഇപ്പം ഇവിടെ മാത്രമല്ല, ഇതിപ്പോൾ കാനഡയിലുള്ള ഒരു സെൻറ്ററാണ്. ഇവിടെ കാനഡയിൽ എനിക്കൊന്ന് മൂന്ന് സെൻറ്റേഴ്സ് എന്തോ ഉണ്ടെന്നാണ് ഐ തിങ്ക് സോ. ബിക്കോസ് ഇവിടെ ഒരെണ്ണം ഒണ്ടാരിയോയിലൊരെണ്ണം ഉണ്ട്, ആൽബർട്ടയിലൊരെണ്ണം ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നലെ അവർ പറയുന്നുണ്ടായിരുന്നു വാൻകൂവറിലുണ്ടെന്ന്. സോ ഐ എം നോട്ട് ഷുവർ. സോ ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒരാളോട് നമുക്ക് ചിലപ്പോൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്താലും അവർ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് അവർക്കത് മനസ്സിലാവത്തില്ല. സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നൊരു ഫുഡ് കഴിച്ചു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു ഡിഷാണ്. അപ്പം ഞാൻ വേറൊരാളോട്, എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചെന്ന് പറയണം, ഓക്കെ അത് നീ എന്തായാലും ട്രൈ ചെയ്യണം, അടിപൊളിയാണ്, നീ ഇതുവരെ കഴിക്കാത്തൊരു ഫുഡാണെന്നൊക്കെ പറയണം. അപ്പം പുള്ളിക്കാരി സ്വന്തമായി അത് പോയി ട്രൈ ചെയ്യാതെ ഷീസ് നെവർ ഗോണ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 10-day പ്രോഗ്രാമാണ്. അപ്പം ഈ 10 ദിവസം നമ്മുടെ ഫോൺ അവർ എടുത്തു വെക്കും. പിന്നെ അതേപോലെ നമുക്ക് കൂടെയുള്ള ആരോടും സംസാരിക്കാനും പറ്റത്തില്ല. ആരോടും സംസാരിക്കാൻ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും. മെൻ ആൻഡ് വിമൻ സെപ്പറേറ്റ് ആണ്. നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും, നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റേതായ മോട്ടീവ് ഉണ്ട്. അവരത് ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായ മോട്ടീവ് ഉണ്ട്. ആൻഡ് ദ ബെനിഫിറ്റ്സ് ആർ ലൈക്ക് I don't have any words. You have to experience it. So I know it's hard. കാരണം 10 ദിവസം വീട്ടുകാരെയും വിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതും ഫോണും ഇല്ല, ആരോട് സംസാരിക്കാനും പറ്റില്ല. ഇറ്റ് വിൽ ബി ഹാർഡ്. സോ ദാറ്റ്സ് വാട്ട് ഐ വാസ് സെയിങ്. ലൈക്ക് സ്പിരിച്വാലിറ്റി ആണ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ വരുന്ന ഒരാൾക്ക് ഐ തിങ്ക് this is okay. So I was okay with it. So just give it a try. You will be having such a happy and a peaceful life for sure. So this is my room. ഇതാണ് ഞാൻ താമസിച്ച റെസിഡൻസ്. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പം ലെഫ്റ്റ് ആയിട്ടുണ്ട്, എല്ലാവരും പോയി വീട്ടിൽ. അപ്പോൾ ഞാൻ എൻ്റെ റൂം കാണിക്കാം. I'm also gonna say goodbye to this place, but I'll come back again for sure. Okay. So this was the room where I stayed. Such a beautiful room. So I'm gonna say goodbye to this room. So I'll be coming back again for sure. So yeah, we're gonna leave. Bye. ഒണ്ടാരിയോയിലുള്ളവർക്ക് ഭയങ്കര ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ സെൻ്ററാണിത്. സോ ഇഫ് യു ആർ ഇൻ ഒണ്ടാരിയോ, ഡെഫിനറ്റ്ലി കം ഹിയർ, ടേക്ക് ദ കോഴ്സ്, അറ്റൻഡ് ദ കോഴ്സ്, ആൻഡ് യു വിൽ ബി അമേസ്ഡ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ മഴ പെയ്യാൻ പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. ഞങ്ങൾ വന്ന ദിവസവും മഴയായിരുന്നു, ആൻഡ് ഇപ്പോൾ പോകുന്ന ദിവസവും മഴയാണ്. സോ ഇറ്റ്സ് നൈസ്. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്നിട്ട് മഴയൊക്കെ എൻജോയ് ചെയ്യാൻ അടിപൊളിയല്ലേ. നമ്മുടെ നാട്ടിലേക്ക് ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ വരുമ്പോൾ. ഇപ്പം വിപാസനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ, ഒരുപാട് പേര് ട്രൈ ചെയ്യട്ടെ. ബിക്കോസ് നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് ആൾക്കാരും അറിയുന്നത് അതിനെപ്പറ്റി. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി whenever if you are getting a chance in your life, go try this technique. അപ്പോൾ അത്രയേ ഉള്ളൂ. See you soon in my next video. Till then, take care. Bye bye.